മക്കളെ, ഇന്ന് നമുക്ക് ജബ് ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്റർ ഒന്ന് നോക്കാം. ഇത് ഒരു ലേഖനമാണ്. സ്വയം പ്രകാശാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ വാച്ച് മോഷ്ടിക്കപ്പെട്ടപ്പോൾ എന്നാണ് ജബ് ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഗാന്ധിജിയുടെ വാച്ച് മോഷ്ടിക്കപ്പെട്ടപ്പോൾ. നോക്കാം. जब गांधी जी के अंतिम वायसरॉय लॉर्ड माउंटबेटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. ബ്രിട്ടീഷുകാരുടെ ലാസ്റ്റ് വൈസ്രോയി ആയിട്ടുള്ള മൗണ്ട് ബാറ്റൻ പ്രഭു ഭാരതത്തിലെത്തിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഗാന്ധിജി സെ ബാത്ത് കിയേ ബഗേർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരത് മേ കുച്ച് നഹീ കിയാ ജാ സക്ത, ഭാരതത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത്. മീനിങ് നോക്കാം. ജബ് എപ്പോൾ, അംഗ്രേസോം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ, അന്തിം ലാസ്റ്റ്, വൈസ്രോയ് വൈസ്രോയ് തന്നെ, മൗണ്ട് ബാറ്റൻ ഭാരത് ഭാരതം, ആയേത്തോ വന്നപ്പോൾ, ഉനോനെ അദ്ദേഹം, സോച്ച ചിന്തിച്ചു, കി എന്തെന്നാൽ, ഗാന്ധിജി സെ ഗാന്ധിജിയോട്, ബാത്ത് കിയേ ബഗേർ, ബഗേർ പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം, കൂടാതെ. സിവ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിവ എന്നല്ലേ, ബാത്ത് കിയേ ബഗേർ അദ്ദേഹത്തിനോട് സംസാരിക്കാതെ, ഭാരത് മേ ഭാരതത്തിൽ, കുച്ച് നഹീം കിയാ ജാ സക്ത ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया. എങ്കിൽ പരമ്പരാഗതമായിട്ട് തന്നെ അദ്ദേഹം ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് വിളിച്ചു. ബുലായ വിളിപ്പിച്ചു. और गांधी ने यह आमंत्रण स्वीकार भी कर लिया. ഗാന്ധിജി ഈ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ. अब वाइसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. അപ്പോൾ വൈസ്രോയ് ഭവനിൽ ഈ ചായ പാർട്ടിയുടെ ഭാരി തയ്യാറിയാം വലിയ തയ്യാറെടുപ്പുകൾ, ശുരു ഹോ ഗയി, ശുരു ഹോന ആരംഭിക്കുക, ശുരു ഹോ ഗയി ആരംഭിച്ചു. ഗാന്ധിജി ചായ് പിയേങ്കെ യാ ദൂത്, ഗാന്ധിജി ചായ കുടിക്കുമോ അതോ പാലാണോ കുടിക്കുന്നത്? വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി, അദ്ദേഹം ശാകാഹാരി ഹേ യാ മാംസാഹാരി, അദ്ദേഹം മാംസാഹാരിയാണോ അതോ സസ്യാഹാരിയാണോ? കുർസി മേസ് പർ ബൈഠ് കർ നാശ്ത കരേങ്കെ, കുർസി എന്ന് പറഞ്ഞാൽ കസേര, മേസ് മേശ, കസേരയിലും മേശയിലും, അതായത് കസേരയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. നാശ്ത കരേങ്കെ യാ ഫർഷ് പർ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കസേരയിൽ ഇരുന്നിട്ടായിരിക്കുമോ, മേശപ്പുറത്ത് വെച്ച് കസേരയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെയ്യുമോ, അതോ അദ്ദേഹം ഫർഷ് പർ തറയിൽ ഇരുന്നിട്ടാണോ കഴിക്കുന്നത്? ഫർഷ് എന്ന് പറഞ്ഞാൽ തറ. ഫർഷ് പർ ബൈഠ് കർ നാശ്ത കരേങ്കെ, ഫർഷ് തറയിൽ ഇരുന്നിട്ടാണോ അദ്ദേഹം നാശ്ത കഴിക്കുന്നത് എന്നൊക്കെ അവര് ചിന്തിക്കുകയാണ്. രസോയിയെ കാ ബ്രാഹ്മൺ ഹോനാ സരൂരി ഹേ, രസോയിയെ പറഞ്ഞാല് പാചകക്കാരൻ, പാചകക്കാരൻ ബ്രാഹ്മൺ ഹോനാ സരൂരി ഹേ യാ കോയി ബി ചലേഗ, ബ്രാഹ്മണനാവേണ്ടത് അത്യാവശ്യമാണോ? സരൂരി അത്യാവശ്യം, ബ്രാഹ്മണനെ കൊണ്ട് തന്നെ അവർക്ക് വേണ്ട, ഗാന്ധിജിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. യാ കോയി ബി ചലേഗ, മറ്റാരെങ്കിലും മതിയാവുമോ? ഉസ് ദിൻ ഗാന്ധിജി കാ ഉപവാസ് തോ നഹീം രഹേഗ, ആ ദിവസം ഗാന്ധിജിക്ക് ഉപവാസമൊന്നും
ഉണ്ടാകുമായിരിക്കില്ല. അദ്ദേഹം ഉപവാസത്തിലായിരിക്കുമോ? ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയെങ്കിൽ, അദ്ദേഹത്തിന്റെ കൂടെ എത്ര ആളുകൾ വരുമായിരിക്കും. और वे क्या गाएंगे, അവര് എന്തൊക്കെയായിരിക്കും കഴിക്കുന്നത്. ഗാന്ധിജിക്കോ നാസ്തേ മേം ക്യാ ഗാന പസന്ത് ഹെ, ഗാന്ധിജിക്ക് നാസ്തയില് എന്തൊക്കെ ഭക്ഷണമായിരിക്കും ഇഷ്ടമുള്ളത്. ഉസേ പക്കാനെ കെ ലിയെ രസോയിയെ കഹാം സേ ബുൽവായേ ജായെങ്കെ, അത് പാകം ചെയ്യാൻ വേണ്ടി, പക്കാന പാകം ചെയ്യുക, അത് പാകം ചെയ്യാൻ വേണ്ടി രസോയിയെ പാചകക്കാരനെ, കഹാംസെ എവിടെ നിന്ന്, ബുൽവായെ ജായെങ്കെ വിളിച്ചു കൊണ്ടുവരും. ആർ സാമഗ്രി കഹാംസെ മംഗവായി ജായേഗി, സാധനങ്ങളെല്ലാം എവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും. ബഗേരഹ് ബഗേരഹ് മുതലായ കാര്യങ്ങള് ചിന്തിക്കാൻ തുടങ്ങി. ശ്രീമതി മൗണ്ട് ബാറ്റനെ ഇസ്കാ സാരാ ജിമ്മ ഖുദ് ലേ ലിയ, ശ്രീമതി മൗണ്ട് ബാറ്റൻ തന്നെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്തു. സാര എല്ലാ, സിമ്മ ഉത്തരവാദിത്തം, ഇസ്കാ സാരാ സിമ്മ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഖുദ് സ്വയം ഏറ്റെടുത്തു. ഗർമിയോ കെ ദിൻ ദേ, വേനൽക്കാലമായിരുന്നു. ജിസ് കമരേ മേ ഗാന്ധിജി കോ ബിഠാനാ താ, ഏത് റൂമിലാണോ ഗാന്ധിജിയെ ഇരുത്താനുള്ളത്, ഉസേ ഏക് ഘണ്ട പഹലെ സേ റൂം കൂളർ ചലാക്കർ പൂരി തരഹ് ठंडा कर लिया गया, ആ റൂമിനെ 1 മണിക്കൂർ മുമ്പ് തന്നെ റൂം കൂളർ വെച്ചിട്ട് പൂർണ്ണമായിട്ടും ആ റൂമിനെ തണുപ്പിച്ചു. ഒന്നുകൂടെ അർത്ഥം പറയാ. ഗർമിയോ കെ ദിൻ ദേ, വേനൽക്കാലമായിരുന്നു. ജിസ് കമരേ മേം, ഏത് മുറിയിലാണോ, ഗാന്ധിജി കോ ബിഠാനാ താ, ഗാന്ധിജി ബിഠാന ഇരുത്തുക, ഉസേ ഏക് ഘണ്ട, ഏക് ഘണ്ട 1 മണിക്കൂർ, പഹലെ മുമ്പ്, റൂം കൂളർ ചലാക്കർ റൂം കൂളർ വെച്ചിട്ട്, പൂരി തരഹ് പൂർണ്ണമായും, ठंडा कर लिया गया തണുപ്പിക്കപ്പെട്ടു. ഉസ് ജമാനെ മേം പൂരെ ഹിന്ദുസ്ഥാൻ മേം ഏക് ഹി റൂം കൂളർ താ, ആ കാലങ്ങളിൽ, ജമാനെ ആ കാലം അല്ലെങ്കിൽ ആ കാലഘട്ടം എന്നൊക്കെ പറയും, ആ കാലഘട്ടത്തില് പൂരെ ഹിന്ദുസ്ഥാൻ മേം എല്ലാ ഇന്ത്യക്കാരിലും, ഏക് ഹി റൂം ഒരു റൂം, കൂളർ ഉണ്ടായിരുന്നു, ഒരു റൂമിൽ കൂളർ ഉണ്ടായിരുന്നു. മക്സദ് തോ ഗാന്ധിജി കോ ആരാം ദേനാ ഹി താ, മക്സദ് ഉദ്ദേശം, മക്സദ് ഉദ്ദേശം, ഗാന്ധിജി കോ ആരാം ദേനാ ഹി താ, ഗാന്ധിജിക്ക് വിശ്രമിക്കാൻ എന്നായിരുന്നു. ലേക്കിൻ ബസ് യഹി സേ ഗഡ്ബഡ് ശുരു ഹോ ഗയി, എന്നാൽ കേവലം ഇവിടെ നിന്നും ഗഡ്ബഡ് ശുരു ഹോ ഗയി, കുഴപ്പം ആരംഭിച്ചു, ഗുലുമാൽ ആരംഭിച്ചു, ഗഡ്ബഡ് കുഴപ്പം. ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेटकर उस कमरे में अपनी कुर्सी पर सिकुड़ सिमट कर बैठ गए और कुनमुनाने लगे. ഗാന്ധിജി അപ്പനി ധോത്തീസെ, ഗാന്ധിജി സ്വന്തം മുണ്ട് കൊണ്ട്, അപ്പനി അച്ചി തര നന്നായിട്ട്, ഗാന്ധിജി സ്വന്തം മുണ്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട്, ബദൻ ശരീരം, ലപ്പേടുക്കർ പുതച്ചിട്ട്, ഉസ് കമരേമേം ആ റൂമിൽ, അപ്പനി കുർസീപ്പർ സ്വന്തം കസേരയില്, സിക്കുഡ് സിമഡ്ക്കർ ചുരുണ്ടുകൂടിയിരിക്കുക, കൂനിക്കൂടിയിരിക്കുക എന്നൊക്കെ പറയും. സിക്കുഡ് സിമഡ്ക്കർ പറഞ്ഞാല് ആ കസേരയിൽ എങ്ങനെ ഇരുന്നു, തണുത്തിട്ട് അദ്ദേഹം കൂനിക്കൂടി ഇരുന്നു. बैठ गए और കുൻമുനാനെ ലഗെ, എന്നിട്ട് അദ്ദേഹം നേരിയ എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കൂനിക്കൂടിയിരുന്നിട്ട് നേരിയ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കുൻമുനാന എന്ന് പറഞ്ഞാൽ നേരിയ എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കാം. ലോർഡ് മൗണ്ട് ബാറ്റൻ
उनसे बड़ी बड़ी രാജനീതി की बातें कर रहे थे. ലോർഡ് മൗണ്ട് ബാറ്റൻ അദ്ദേഹത്തിനോട് വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. और ഗാന്ധിജി बड़े अनमनेपन से हाँ हूം किए जा रहे थे. ഗാന്ധിജി വളരെയധികം അന്മനേപ്പൻ എന്ന് പറഞ്ഞാൽ ഉദാസമായിട്ട്, വിഷമത്തോടെ, ദുഃഖത്തോടെ എന്നൊക്കെ പറയും. അന്മനേപ്പൻ എന്ന് പറഞ്ഞാല് ദുഃഖത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടെ. ഗാന്ധിജി വളരെയധികം വിഷമത്തോടെ ആ ഹൂ എന്നൊക്കെ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആഖിർ മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി, അവസാനം മൗണ്ട് ബാറ്റൻ ചോദിച്ചു, ക്യാ ബാത്ത് ഹേ, എന്താണ് കാര്യം? ഗാന്ധിജി പോലെ, ഗാന്ധിജി പറഞ്ഞു, ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയേ, മുझे സർദി ലഗ് രഹി ഹേ. പ്ലീസ് ഈ കൂളർ ഒന്ന് ഓഫ് ചെയ്യൂ, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. इस तरह अपनी शान दिखाने का पहला मौका वाइसरॉय से छिन गया. ഇപ്രകാരം അപ്പനി ഷാൻ ദിഖാനേക്ക, സ്വന്തം പ്രതാപം കാണിക്കാനുള്ള പഹല മൗക്ക, ആദ്യ അവസരം തന്നെ ചിൻ ഗയ എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കപ്പെടുക. ചിൻ ഗയ തട്ടിയെടുക്കപ്പെടുക. എന്താ പറഞ്ഞത്? ഇസ് തര അപ്പനി ഷാൻ ദിഖാനേക്ക പഹലാ മൗക്ക, ഇപ്രകാരം സ്വന്തം പ്രതാപം കാണിക്കാനുള്ള ആദ്യ അവസരം തന്നെ വൈസ്രോയിസെ ചിൻ ഗയ, വൈസ്രോയിൽ നിന്നും തട്ടിയെടുക്കപ്പെട്ടു. ഗൈർ ബാത്തേ ഹോത്തി രഹീം ലേക്കിൻ ഗാന്ധിജീനെ കോയി ഖാസ് രുചി നഹി ലി. അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഗാന്ധിജി ഒന്നിലും യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത്ത് ഹേ, ഗാന്ധിജി പോലെ. മൗണ്ട് ബാറ്റൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് കാര്യം? ഗാന്ധിജി പോലെ, ഗാന്ധിജി പറഞ്ഞു, മേം ആ രഹാ താ തോ രാസ്തേ മേ റെയിൽഗാഡി മേ കിസിനെ മേരി ഗഡി ചുരാലി. ഞാൻ വരുകയായിരുന്നു വഴിയിൽ, രാസ്തേമേം വഴിയിൽ, റെയിൽഗാഡിമേം റെയിൽഗാഡിയിൽ വെച്ചിട്ട്, ട്രെയിനിൽ വെച്ചിട്ട്, കിസീനെ ആരോ, മേരി ഗഡി എന്റെ വാച്ച്, ചുരാലി മോഷ്ടിച്ചു, ആരോ എന്റെ വാച്ച് മോഷ്ടിച്ചു. വഹ് ബഹുത്ത് പുരാനി ഗഡി തി, അത് വളരെ പഴയ ഒരു വാച്ചാണ്. ആർ മുജെ ബഹുത്ത് പ്യാരി തി, പക്ഷെ അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. അത് വളരെ പഴക്കമുള്ളതാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാച്ചായിരുന്നു. അതാരോ ഞാൻ വരുന്ന വഴിയില് റെയിൽ ഗാഡിയിൽ വെച്ചിട്ട് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയാണ്. മേം ഉസേ യഹാം ഇസ് തര അപ്പനി ധോത്തി മേം കമർ സേ ടാങ്കെ രഹ്താ താ, ഞാൻ അതിനെ ഇവിടെ ഇപ്രകാരം എൻ്റെ മുണ്ടില്, അരക്കെട്ടിൽ, കമർ അരക്കെട്ട്, ടാങ്കെ രഹ്താ താ തൂക്കിയിടുകയായിരുന്നു. ആർ ജബ് ചാഹേ നികാൽ കർ ടൈം ദേഖ് ലേത്താ താ, ആവശ്യമുള്ളപ്പോഴൊക്കെ എനിക്ക് ടൈം നോക്കാമായിരുന്നു. ജബ് ചാഹേ നികാൽ കർ, അതായത് എനിക്ക് എപ്പോഴാണോ ആഗ്രഹം തോന്നുന്നത്, എപ്പോഴാണോ ആവശ്യം വരുന്നത്, ആ സമയത്തൊക്കെ നികാൽ കർ എടുത്തിട്ട് ടൈം ദേഖ് ലേത്താ താ, ടൈം നോക്കാമായിരുന്നു. മേം റോസ് സോനെ സെ പഹലെ നിയം സെ ഉൻമേ ഉസ്മേം ഛാബി ബർത്താ താ. മേം റോസ്, ഞാൻ നിത്യവും, സോനെ സെ പഹലെ ഉറങ്ങുന്നതിന് മുമ്പ്, നിയം സെ ഉസ്മേം നിയമം പോലെ തന്നെ, അതിലെല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി, ചാബി ബർത്താ താ ചാബി കൊടുക്കുമായിരുന്നു ഞാൻ ആ വാച്ചിന്. പതാ നഹി കോൻ ഉഡാ ലേ ഗയാ, എനിക്കറിയില്ല അതാരാണ് കൊണ്ടുപോയതെന്ന്. और क्यों, എന്തിന്? और ഗാന്ധിജി അഫ്സോസ് മേ ഡൂബ് ഗയേ, ഗാന്ധിജി ആകെ വിഷമത്തിലായി. ഇത്രയും മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.